നിങ്ങളിങ്ങനെ വിചാരിക്കും, അതായത് എന്തോന്നടേ ഇവൻ ഈ മരണ വാർത്ത കേട്ടിട്ട് ഇവൻ എന്തുകൊണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഇയാൾക്ക് എന്താ പ്രാന്തായി പോയാന്ന് വിചാരിക്കും. എൻ്റെ പൊന്നു മക്കളെ, രാവിലെ TV തുറക്കുമ്പോൾ തന്നെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കും, ഈശ്വരാ ഇന്നെങ്കിലും എന്നെ ഞെട്ടിക്കാതിരിക്കണേ എന്ന്. പക്ഷേങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതായത് ഞെട്ടിക്കുന്ന വാർത്തകളല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ഈ 2026 ഞെട്ടിക്കല്ലേ എന്ന് വിചാരിക്കും. അപ്പോഴാണ് ഞെട്ടിക്കൽ ബിരിയാണി വരെ വന്നിരിക്കുന്നത് ഈ 2026. അതായത് മനുഷ്യന്മാർ മുഴുവൻ ഞെട്ടി 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 തരിച്ചുകൊണ്ട് പോയി ഞെട്ടിക്കൽ ബിരിയാണി വരെ. ഏതായാലും ഏലത്തൂർ നടന്ന ഒരു സംഭവമാണ്. അതായത് കാമുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ബിഗേന്ദ്രനാണ്. അയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, സന്തുഷ്ട കുടുംബമാണ്, പൈസയുണ്ട്, എല്ലാം സെറ്റിംഗ് ആണ്. പക്ഷെ എന്നാലും പുറത്ത് ഒരു ചുറ്റിക്കളി വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇവൻ കണ്ടെത്തിയൊരു വഴിയാണ് വേറൊരു യുവതീന. കുറേ നാളങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പം മക്കളെല്ലാം വലുതായി. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു ചൊറയാന്ന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് യുവതിയാണെങ്കിൽ കല്യാണം കഴിക്കണം, അവളെ ഒഴിവാക്കണം, മക്കളെയും ഭാര്യനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദവും. ഇനിയിപ്പോഴെന്താ ചെയ്യുക? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് പറയുന്നത്, ഏതായാലും നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റൂല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഈ ഭൂമിയിൽ വേണ്ട മോളെ, നമുക്കിനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിന് നമുക്ക് ഒരു കാര്യം ചെയ്യാം. മറ്റന്നാൾ ഈ 11:30 നമുക്ക് രണ്ടുപേർക്കും ജീവൻ എടുക്കാം, മുഹൂർത്തമൊക്കെ കണ്ട്. അങ്ങനെ ഈ മണ്ടിയായ യുവതി, കാമുകിമാർ എന്ന് പറഞ്ഞ് ഞാൻ പറയല്ലോ, പലപ്പോഴും മണ്ടത്തിമാർ തന്നെയാണ്. അവർ വന്ന് കുളിച്ചു ഒരുങ്ങിയിട്ടാണ് വന്നത്. ഈശ്വര, പരലോകത്തെങ്കിലും നമുക്ക് നല്ലൊരു ജീവിതം തരണേന്ന് രണ്ടുപേരും ചേർന്ന് കുരുക്കല്ലിട്ടു. കാമുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്റ്റൂളങ്ങ് തട്ടിക്കളഞ്ഞിട്ട് അയാൾ കുരുക്ക് ഊരിയിട്ടങ്ങ് രക്ഷപ്പെടുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് വന്നോക്കൊണ്ടൊക്കെ തീർന്നിനി. എന്നിട്ട് ആ മൃതദേഹത്തെ പോലും അവൻ വെറുതെ വിട്ടില്ല. അതായത് അത്രത്തോളം അവൻ്റെ ആവേശം പിന്നീട് എന്ന് പറഞ്ഞാൽ മൃതദേഹത്തോടും കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഭാര്യയോട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയുകയും അങ്ങനെ ഇവരെല്ലാവരും കൂടി ആശുപത്രി കൊണ്ടുപോയി എന്നാണ് നമുക്ക് കിട്ടുന്ന വസ്തുതയെ. പക്ഷെ അരിയാഹാരം കഴിക്കുന്ന ഞാൻ പറയുകയാണ്, ആ ഭാര്യയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ. കൃത്യമായിട്ട് ആ ഭാര്യയ്ക്ക് അറിയാം ഇവളിങ്ങനെ ചെയ്യും. അതായത് ഭാര്യ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഭാര്യ വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ നിൽക്കുമോ? അത് മാത്രമല്ല, ഇവൻ ഇത്രയും വർഷമായിട്ട് ഈ ചുറ്റിക്കളി ഭാര്യ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് കൃത്യമായിട്ട് അറിയാം. ചിലപ്പോൾ ഈ കാമുകിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജീവനൊടുക്കി അല്ലെങ്കിൽ വേറെ ഇങ്ങനെയായി എന്ന് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, സത്യങ്ങളൊന്നും അന്വേഷിക്കാൻ ഇവിടെ ആരും നിൽക്കാറില്ല. അതായത് ഒരാൾ ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം, ഇല്ലെങ്കിൽ പ്രണയ നൈരാശ്യം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് നമ്മൾ തള്ളുകയല്ലേ ചെയ്യുന്നത്. ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളായിരിക്കാം. ഇതേപോലെയുള്ള സംഭവമല്ലേ പണ്ട് വളപട്ടണത്ത് നടന്നിനി, നിങ്ങളറിയില്ലേ? അതായത് ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭാര്യയായ കാമുകിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന മക്കളിലുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്കാണെങ്കിൽ ഒരു 10, 25, 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധം. അവർ രണ്ടുപേരും മരിക്കാൻ വേണ്ടിയിട്ട് ആ പാലത്ത് നിന്ന് താഴേക്ക് ചാടിയിട്ട് ഈ സ്ത്രീ അങ്ങ് നീന്തി രക്ഷപ്പെട്ടിട്ട് അവരങ്ങ് ബസ്സിന് കയറിയിട്ട് നേരെ വീട്ടിൽ പോവുകയും ചെയ്തു. ചെറുപ്പക്കാരന് മുങ്ങാൻ അവന് നീന്തറിയില്ലായിരുന്നു. പക്ഷെ അവന് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് എന്നെ കുഴി ചാടാനാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ജീവിക്കാനല്ലേ, ജീവിക്കാതെ എന്തിനാണ് ഈ മരണം ഏറ്റുവാങ്ങുന്നതെന്ന് എനിക്കിനിയും മനസ്സിലാകുന്നില്ല. അതായത് ഭാര്യ ആയാലും മക്കളായാലും ഇവരൊക്കെ ഉണ്ടായിരുന്ന കാമുകനും ഇല്ലേ ഭർത്താവും കുട്ടികളും ഇതൊക്കെയുള്ള കാമുകിയും ഇവരൊക്കെ ചെയ്യുന്നൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ഒന്നിച്ചു മരിക്കുക എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. കാരണം ജീവിക്കാതെ ഓമാർ എന്തിനാണ് പിന്നെ സ്നേഹിക്കുന്നത്? അപ്പം ആരെങ്കിലും ഇപ്പം ഇതെന്താണെന്നറിയാം, ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭാര്യ അറിയും എന്നുള്ള ഒരു പ്രശ്നം. ഭാര്യ അറിയും എന്നുള്ള പ്രശ്നം കൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്. അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണി പോലെ പറയും. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, രസകരമായ ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ ഇപ്പോഴും നല്ല ശമ്പളമാണ്, 3 നേരം ഫുഡുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറണ്ട് ബില്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബില്ലോ ഇതൊന്നും നമ്മൾ അടക്കണ്ട, എല്ലാ ചിലവും കഴിഞ്ഞൊരു 10 കൊല്ലം കഴിയുമ്പോഴേക്ക് നല്ലൊരു തുക നമ്മുടെ കയ്യിൽ കിട്ടും എന്നാണ് പറയുന്നത്. ശരിയാന്നിട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജയിലിലെ ശമ്പള പരിഷ്കാരങ്ങളൊക്കെ വന്നത്. ഇവിടെയുള്ള പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇവരാരും ഇതിനെതിരെ പ്രതികരിക്കൂല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാര്യത്തിന് മാത്രം എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ് ഉള്ള കാര്യം. എന്താ പറയുന്നതിന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ശമ്പളം കൂട്ടലാകുമ്പോഴും ഈ ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരുടെ ശമ്പളം കൂട്ടൽ, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ അവരെല്ലാം ഒരു ഘട്ടം ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം, ഈ ജയിലിൽ കിടക്കുന്നവൻ എന്തിനാണ് ഈ ശമ്പളം?
ഈ ജയിലിൽ കിടക്കുന്നവൻ്റെ ശമ്പളം എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിന് അങ്ങ് കൊടുക്കല്ലേ വേണ്ടത്. അല്ലാതെ അവൻ 500 ഉറുപ്പിയും ചെലവും കൊടുത്തിട്ട് വെറുതെ അവിടെ കൊണ്ടുപോയിട്ട് കിടത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ പഹിയനും അതുപോലെ തന്നെയാണ് കാമുകിനെയും പിന്നെ കൊലപ്പെടുത്തി അവിടെ പോയിട്ട് കിടക്കാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇവൻ ചെയ്തത് എന്ന് ചില ആൾക്കാരൊക്കെ ഇത് ഇവിടെ കമൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ആൾക്കാർ കൂടും, അങ്ങോട്ട് ആൾക്കാർ പോകാനുള്ളൊരു ത്വരിത ഉണ്ടാകും എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറ്റബോധമുണ്ട്, ഇതൊക്കെയുണ്ട്. ഇന്നത്തെ കാലത്ത് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മണ്ണാങ്കട്ടിയില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയെ തല്ലുന്ന്, തള്ളയെ തല്ലുന്ന്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ ഇങ്ങനെ പുറകോട്ട് നടക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. എന്നാൽ എല്ലാവരും പറയുന്നത് എന്താ, നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ്, ഭയങ്കരമായ ഇതാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ മലയാളികൾ ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട് മക്കളെ. ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടതെന്ന് അറിയാം. ഇവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇനി ആ ഒരു കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ പോകില്ല എന്ന് ശപഥമെടുക്കണം. ഇപ്പോഴും കള്ളന്മാരൊക്കെ എന്താ ചെയ്യുന്നത്, 6 മാസം ശിക്ഷ അനുഭവിക്കുന്നത്, പിന്നീട് തിരിച്ചു വരുന്നത്, വീണ്ടും പിടിക്കുന്നത്, വീണ്ടും അങ്ങോട്ട് പോകുന്നത്. സിനിമയിലൊക്കെ പണ്ട് ഹരിശ്രീ അശോകൻ്റെ കോമഡി മാത്രമേ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിത്യ സംഭവമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് ഗോവിന്ദച്ചാമി കണ്ടിട്ട് എന്നെ പിടിച്ചോ എന്നിട്ട് 4 വട്ടാവൂലും ജയിലിൻ്റെ അതിലിങ്ങനെ നടന്നത്, എന്നിട്ട് ഒരാൾ പിടിക്കാനില്ല, അവസാനം എവിടെ ഒളിച്ചു നിൽക്കുമ്പോൾ അവലും പിടിച്ചതായിരുന്നു. ഇതൊക്കെ ഒരു കോമഡിയാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് നമ്മുടെ ജീവിതം തന്നെ. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാർത്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഇനിയൊരു ഞെട്ടാനുള്ള ഒരു ത്രാണിയൊന്നും മലയാളികൾക്കില്ല. ഇവിടെ ആരാന്ന് പെട്ടുപോയത് എന്നറിയാം. ഒന്നുമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അവരാണ് ശരിക്കും പെട്ടുപോയത്. ഇവിടെ ഇച്ചിരി രാഷ്ട്രീയവും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ജോലിയും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഇല്ലാത്തവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിതം ദുരിതം തന്നെയാണോ, ദുരിതം തന്നെയാണ്. ഇങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്തിനാ ഇങ്ങനെ വേറെ ഭാര്യയും മക്കളും ഉള്ളവനെ പോയിട്ട് പ്രേമിക്കുന്നത്? അവനവൻ്റെ ജീവിതം നോക്കിയിട്ട് നിന്നാൽ പോരെ. എന്തിനിങ്ങനെ വല്ലവൻ്റെയും പോയിട്ട് മറ്റേ ഈ കഴുത്തിങ്ങനെ നീട്ടിക്കൊടുത്തിട്ട് എന്നെ കൊന്നോ എന്നാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ മലയാളികൾ, അതുകൊണ്ട് മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നുമക്കൾ, എവിടെയും ഇല്ലാത്ത കുറേ ഞരമ്പ് രോഗികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാമുകന്മാരുമാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനെ തളച്ച് വളരുന്നൊരു ബിസിനസ്സാണ്. എല്ലാത്തിനും 60, 55 വയസ്സ്, 58 വയസ്സായ എന്താ പറയേണ്ടത്, അവർക്ക് വരെ എന്ന് പറഞ്ഞാൽ, സ്ത്രീക്ക് വരെ എന്ന് പറഞ്ഞാൽ 30കാരൻ കാമുകൻ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരവല്ലേ ഫേസ്ബുക്കിൽ. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കാമുകിയുടെയും കഥകൾ വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല പ്രചോദനമാകുന്നുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരും ഇതുപോലെ ചെയ്യുന്നു. ഇതിപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള കാമുകന്മാരുണ്ടാകും, ഇതുപോലെയുള്ള ഒരുപാട് കാമുകിമാരും ഉണ്ടാകും. അവരോടൊക്കെ ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നുമക്കളെ, ജീവൻ വേണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഇത് ഉപേക്ഷിച്ചോ. അല്ലാതെ എന്തിനാണ് വല്ലവൻ്റെയും ഇഴ പോയിട്ട് ഇങ്ങനെ കഴുത്ത് കെട്ടി കൊടുക്കുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇതിനെക്കൊണ്ട്? എത്ര കാലം ജീവിക്കേണ്ടതാണ് വല്ലവൻ്റെ അടുത്ത് പോയിട്ട്? വേറൊരു കാര്യം ഞാൻ പറയാട്ടാ, അതായത് ഇന്ന് അവൻ്റെ കേസും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് അവൻ വീണ്ടും ഇതേപോലെയുള്ള പരിപാടി ചെയ്യും. ഈ പരിപാടി ഇവിടെ നിർത്തുന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ നിർത്തുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട്. ഇനിയും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നാളെയും പത്രങ്ങളിൽ ഇത് തന്നെയാണ് കേൾക്കുക. നമ്മൾ ഇവിടുന്ന് എത്രത്തോളം പറഞ്ഞിട്ടും വലിയ ഒരു കാര്യവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചിരിക്കാണ്ടിരിക്കാൻ കഴിയുന്നില്ല, ഭ്രാന്തളി അതാണ്.